ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിന്നറിന് കപ്പ പുഴുങ്ങാമെന്ന് വെച്ചു. അതും ചെണ്ടമുറിയൻ കപ്പ. നമ്മുടെ ഇവിടെ കപ്പ പുഴുങ്ങുന്നതിന് ചെണ്ടമുറിയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് കാണാമല്ലോ. അപ്പോൾ നമ്മളുടെ കൂടെ കാന്താരിയുണ്ട്. കാന്താരി കൊണ്ടുള്ള ചട്നിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ കാന്താരിയിൽ ഇപ്രാവശ്യം നിറയെ കാന്താരി മുളക് ഉണ്ടായിട്ടുണ്ട്. അത് വിളഞ്ഞതുകൊണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല നീണ്ട വലിയ കാന്താരി മുളകാണ്. അപ്പോൾ നമ്മൾ ഒരു ട്രഡീഷണൽ രീതിയിൽ കാന്താരി മുളകൊക്കെ എടുത്ത് കല്ലുപ്പിട്ടിട്ട് നമ്മുടെ ഇടിയൻ കല്ലിൽ വെച്ചിട്ട് ചതയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കല്ലുപ്പിട്ടതിന് ശേഷം നമ്മുടെ ഇടികല്ലെടുത്തിട്ട് ചതയ്ക്കുകയാണ്. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ അമ്മ അടുത്തുണ്ട്, പിന്നെ പല അസിസ്റ്റൻറ്റുകളും അടുത്തുണ്ട്. അപ്പോൾ അവർ ഓരോ കമൻസൊക്കെ പറയുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമൻസൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചതയ്ക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ചാടി പുറത്ത് പോയി കഴിയുമ്പോൾ ഇത് കാന്താരിമുളകായതുകൊണ്ട് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ പെട്ടെന്ന് തെറിച്ച് നമ്മളുടെ കണ്ണിലോട്ടൊക്കെ വീഴും. അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ എന്ത് പ്രശ്നം വന്നാലും മുന്നോട്ടെന്നുള്ള രീതിയിൽ നമ്മൾ കാന്താരി മുളകിനെ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചതച്ചുകൊണ്ടിരിക്കുന്ന കാന്താരി മുളക് ഒന്ന് ചതഞ്ഞ ശേഷം നമ്മൾ അതിനകത്തിലോട്ട് ചുമന്നുള്ളി ഇട്ട് കൊടുക്കണം. ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ട് ചുമന്നുള്ളിയും കൂടെ ചേർത്ത് ചതച്ചിട്ട് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന 2 ടൈപ്പ് ഓഫ് ചട്നീസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. കാന്താരി മുളകിനകത്ത് ചുമന്നുള്ളി ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൊരു ചട്നി, പിന്നെ നമ്മൾ വിചാരിച്ചു തൈര് ഒഴിച്ചിട്ടുള്ള ചട്നി ഉണ്ടാക്കാമെന്ന്. രണ്ടും 2 ടേസ്റ്റാണ്. രണ്ടും നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള 2 ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ കപ്പ നമ്മൾ ഇന്ന് ഓൺ ദ വേയിൽ വരുന്ന സമയത്ത് നമുക്ക് കിട്ടിയതാണ്. ഫ്രഷ് ആയിട്ടുള്ള കപ്പയായിരുന്നു. നല്ല പോലെ വേവുന്ന കപ്പയായിരുന്നു. അപ്പോൾ നമ്മൾ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. ചതക്കൽ മഹാമഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചതച്ചിട്ട് നമ്മൾ എൻ്റെ കയ്യിൽ നിന്ന് ചാടി പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടികല്ല്. അത്ര പ്രയാസമൊന്നുമില്ല നമ്മൾക്ക് ഇടികല്ലിൽ ചതയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കപ്പ എല്ലാവരും പറയും രാത്രി കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ്, ഷുഗർ ലെവൽ സ്പൈക്കാവും. ബട്ട് നമ്മൾ കുറച്ച് മാത്രമേ ക്വാണ്ടിറ്റി കഴിക്കത്തുള്ളൂ. അതും വരെ നേരത്തെ കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് ക്യാമറാമാനാണെങ്കിൽ വളരെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ മുളകിനെയും നമ്മുടെ ചമ്മന്തി അരയ്ക്കുന്ന രീതിയും നമ്മൾ ചമ്മന്തി കോരുന്ന രീതികളും ഒക്കെ ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നാനോ സെക്കൻഡ്സ് പോലും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഹാർഡ്ലി വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ചമ്മന്തി നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് കോരി പാത്രത്തിലോട്ട് മാറ്റുകയാണ്. പിന്നെ ഇവിടെ ഇന്ന് നല്ല മഴയായിരുന്നു. മഴ സമയത്ത് ഈ കപ്പയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലൊരു സുഖമാണ്. ടേസ്റ്റല്ല, സുഖമാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മളുടെ അടുത്ത പരിപാടിയിലേക്ക് വീണ്ടും പോവുകയാണ്. വീണ്ടും നമ്മൾ അടുത്ത ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചട്നി ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചുമന്ന ഉള്ളിയും കാന്താരി മുളക് അത്ര സ്പൈസിയാണെന്ന് ചോദിച്ചാൽ സ്പൈസിയാണ്, നമുക്ക് കുഴപ്പമില്ല. നമ്മൾ സാധാരണ സ്പൈസി ഫുഡ് കഴിക്കുന്നവരായതുകൊണ്ട് നമുക്കിത് വലിയ പ്രശ്നമേ അല്ല. നമ്മൾ ഇടിക്കുകയാണ്. ഇടിച്ച് ചതച്ച് നല്ല ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാലാണ് കാന്താരി മുളകിൻ്റെ സ്പൈസിനെസ് കൂടുന്നത്. കാരണം അതിൻ്റെ ആ സീഡൊക്കെ നന്നായിട്ട് ഇതായി കഴിഞ്ഞാൽ കൂടുതൽ സ്പൈസി ആകുമെന്ന് പറയുന്നുണ്ട്. അതേ ഓരോ കാന്താരി ചാടി പോവുക, എന്നെ ഇരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കില്ല, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ചട്നിയൊക്കെ റെഡിയായി. നമ്മളതെല്ലാം എടുത്ത് മാറ്റിയിട്ട് കാരണം അത് അരയ്ക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അരയ്ക്കല്ല, നമ്മൾ നല്ല ചതച്ച് റെഡിയാക്കുകയാണ്. അല്ലെങ്കിൽ അത് വിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇത് തോന്നില്ല. അപ്പോഴാണ് ഒരാൾക്ക് ഭയങ്കരമായി ടേസ്റ്റ് ചെയ്യണം എന്നുള്ള കൊതി വന്നിട്ട് നമ്മുടെ ആദ്യത്തെ ചട്നിയിൽ മുക്കി ഇതേ ഒരാൾ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. നല്ല ടേസ്റ്റായിരുന്നു, നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത ടൈപ്പ് ഓഫ് സാധനം ചട്നി റെഡി ആയിട്ടുണ്ട്.
അത് നമ്മളുടെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മളുടെ കൈ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ വളരെ നന്നായി പുകയും. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടൊരു പാത്രത്തിലോട്ട് മാറ്റി അതിന് ശേഷം നമ്മൾ ഇനി എന്താ കഴിക്കുക, അല്ലാതെ എന്താണ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്ര ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അത് കഴിച്ചതിൻ്റെ എൻ്റെ വായിലിങ്ങനെ ഒരു ടേസ്റ്റ് ബഡ്സുകൾ ഇപ്പോൾ വീണ്ടും എന്നെ കഴിക്കുന്ന ഓർമ്മകളിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. നന്നായിട്ട് തൈര് നല്ല പുളിയുള്ള തൈരായിരുന്നു. അപ്പോൾ വീണ്ടും ആൾക്ക് നന്നായി കൊതി വന്നു. വീണ്ടും നമ്മളൊരു ശകലം എടുത്ത് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നോക്കുക എത്ര നന്നായിട്ടുണ്ടെന്ന് നോക്കുക. അതിനെ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ തൈരിൻ്റെ പുളിയും സ്പൈസിനെസ്സും നല്ലൊരു അടിപൊളി ഡിന്നറായിരുന്നു കഴിഞ്ഞത്.